എൻ്റെ പേര് ശ്രീലക്ഷ്മി. ഞാൻ TKM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കൊല്ലം ആർക്കിടെക്ചർ സ്റ്റുഡൻ്റ് ആണ്. ഹായ് എവ്രി വൺ, ഞാൻ ജനനി, MA കോളേജ് എഞ്ചിനീയറിംഗ് കോതമംഗലത്തുള്ളതാണ്. എൻ്റെ പേര് ശ്രീഹരി എസ്. ഞാൻ NPTEL കോഴ്സ് 12 വീക്സിൻ്റെ കോഴ്സാണ് ചെയ്യുന്നത്. ഞാൻ ആദിശങ്കര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി എന്ന പേരിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് പഠിപ്പിക്കുന്നത്. I'm Srilakshmi PS and I'm a research scholar in Rajiv School of Engineering and Technology in Kochi. NPTEL ഡിസാസ്റ്റർ റിക്കവറി എന്ന് പറഞ്ഞുള്ള കോഴ്സിൻ്റെ എക്സാമാണ് എഴുതിയിട്ടുള്ളത്. എക്സാമിന് മെയിനായിട്ടുള്ള ടോപ്പിക്സും അതായത് ആ ക്ലാസ്സസ് കണ്ടാൽ തന്നെ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഏറെക്കുറെ എല്ലാം. പിന്നെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, ഇതെല്ലാം തന്നെ തന്നിരിക്കുന്ന പോർഷൻസിൽ നിന്ന് തന്നെയായിരുന്നു. NPTEL എക്സാം നല്ലൊരു എക്സാമാണ്. കൂടുതലായിട്ട് ഞാനിപ്പോൾ എടുത്തത് വേസ്റ്റ് ആൻഡ് വാട്ടർ വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ഒരു എക്സാമാണ്. ഇറ്റ്സ് റിയലി ഗുഡ്. നന്നായിട്ട് ക്ലാസ്സൊക്കെ നല്ലതായിരുന്നു. അസൈൻമെൻറ്റ്സ് ഒക്കെ നല്ല ബെനിഫിറ്റ്സ് ഉണ്ടായിരുന്നു. അസൈൻമെൻറ്റ്സിൻ്റെ മോർ ക്വസ്റ്റ്യൻസ് എനിക്ക് എക്സാമിൽ എഴുതാൻ പറ്റി. എക്സാം ഇസ് റിയലി ഗുഡ്. എനിക്ക് നല്ലപോലെ അറ്റൻഡ് ചെയ്യാൻ പറ്റി. കോഴ്സിൻ്റെ പേര് വിൻഡ് എനർജി എന്നായിരുന്നു. 12 വീക്സ് കോഴ്സായിരുന്നു. അസൈൻമെൻറ്റ്സും അതുപോലെ തന്നെ ക്ലാസ് എടുത്ത ടീച്ചേഴ്സിൻ്റെ ടോക്സ് വളരെ യൂസ്ഫുൾ ആയിരുന്നു. ലെക്ചർ ആയിരുന്നെങ്കിലും നമുക്ക് അസൈൻമെൻറ്റ് സോൾവ് ചെയ്യാൻ വളരെ ഈസി ആയിട്ട് അസൈൻമെൻറ്റ്സ് ഒക്കെ എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ള രീതിയിലാണ് പറയുന്നത്. എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻസ് കുറച്ച് ടഫായിരുന്നു, പ്രോബ്ലംസ് കുറച്ച് ടഫായിരുന്നു. അത് സെക്ഷൻ 3 വരുന്ന ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ട് നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് അല്ലാതെ കിട്ടുന്ന ആൻസർ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുന്ന രീതിയിലായിരുന്നു ഉള്ളത്. ലേണിംഗ് എന്ന് പറയുന്നത് എൻ്റെ പാഷൻ തന്നെയാണ്. അപ്പോൾ അതിന് വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന NPTEL സിസ്റ്റത്തിനോട് തന്നെ, NPTEL ഒരു പ്രോസസ്സാണെങ്കിലും അതൊരു സിസ്റ്റം ആണെന്നാണ്, system which should be universally followed. Introduction to Internet of Things by Professor Sudeep Misra of IIT Kharagpur, and the course was really interesting. Though it's just introduction to IoT, it's covering all the aspects of IoT, like cloud computing, fog computing, and all the aspects are covered in this single course itself. And today's exam was really good, and I hope to get a good score as well. പിന്നെ അസൈൻമെൻറ്റ്സ് ചെയ്യുമ്പോഴും അതേപോലെ തന്നെ ആ ഗിവൺ PDF ഒന്നും നോക്കിയാൽ തന്നെ ഏറെക്കുറെ എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ പറ്റുമായിരുന്നു. സോ ഓവറോൾ എക്സാം ഇസ് ഓക്കെ. NPTEL അത്യാവശ്യം ആക്ടിവിറ്റി പോയിന്റ്സ് ഒക്കെ കിട്ടുന്ന ഒരു എക്സാം പ്ലാറ്റ്ഫോമാണ്. ഇറ്റ്സ് റിയലി ഗുഡ്. സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും നല്ല ബെനിഫിഷ്യലാണ്. അത് സ്റ്റുഡൻസിനെ പഠിക്കാൻ സഹായിക്കുന്നു, ടീച്ചേഴ്സിനെ പഠിപ്പിക്കാൻ സഹായിക്കുന്നു. അത് മാത്രമല്ല, കുറേ ഡിഫറെൻറ്റ് ലേണിംഗ് മെത്തേഡ്സ് തന്നെ ഫാക്കൽറ്റി മെമ്പേഴ്സിന് കിട്ടും. ഞാനൊരു ഫാക്കൽറ്റിയാണ്. അപ്പോൾ ആ പെർട്ടിക്കുലർ ഫാക്കൽറ്റിക്ക് എനിക്ക് എൻ്റെ സബ്ജക്റ്റ് പഠിപ്പിക്കുമ്പോൾ എൻ്റെ ഏതൊക്കെ രീതിയിൽ അതിനെ മോഡിഫൈ ചെയ്യണം, എങ്ങനെ ഒക്കെ രീതിയിൽ ചേഞ്ചസ് വരുത്താം എന്നുള്ള കാര്യത്തിലും എനിക്ക് ഭയങ്കര ബെനിഫിഷ്യൽ ആയിരുന്നു. To be frank, I'm getting more score in NPTEL courses than my college degree courses. And there it's very subjective, and here we want to understand the concept and we can write this exam. There is no much issues, and compared to our academic courses, NPTEL courses are I feel it's much good. എന്നെ പഠിപ്പിച്ച IIT പ്രൊഫസർ ഫ്രം റൂർക്കി, ഡോക്ടർ ഇന്ദ്രജിത് സിംഗ് സാറ് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. പഠിപ്പിക്കുന്ന ലേണിംഗ് മെത്തേഡൊക്കെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അത് വളരെ നല്ലതായിരുന്നു. ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, പക്ഷെ എന്നാലും അത് എങ്ങനെ ഇനിയും മുമ്പോട്ട് കൊണ്ടുപോകാം എന്നുള്ള കാര്യത്തിൽ ആ സാറ് വളരെ നല്ല ഹെൽപ്ഫുള്ളായിട്ട് എനിക്ക് ഒരു ഡിഫറെൻറ്റ് മെത്തേഡ് പറഞ്ഞു തന്നു. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്.